ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. കൊട്ടിഘോഷിക്കപ്പെടുന്ന വികസനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ദേശീയപാത വികസനത്തിലെ പാളിച്ചകൾ ഓരോ ദിവസവും ഭയത്തോടെ കാണേണ്ട അവസ്ഥ. ഇന്ന് കൊല്ലം മൈലക്കാട്ട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്കൂൾ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നമ്മൾ ആദ്യം വിചാരിച്ച് വണ്ടിയുടെ എന്തോ പ്രശ്നമാണെന്ന്. അപ്പോൾ പിന്നെ സ്ലോ ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഒരു വശം കൊണ്ടങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് വണ്ടി ബ്രേക്കിട്ട് ഇറങ്ങി ഓടി. എല്ലാവരും ഇറങ്ങി ഓടുകയോ ചെയ്തത്. പിറകിലുള്ള സ്കൂൾ ബസ്സിലും ഒക്കെ കുട്ടികളുണ്ടായിരുന്നു. മുമ്പിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പോയി. അപ്പം അയാളിങ്ങ് എത്തിക്കഴിഞ്ഞിട്ട് അത് പൊട്ടി തുടങ്ങിയത്. ഇറങ്ങി വരുന്ന വഴിക്ക് അപ്പോഴും മേളിൽ നിന്ന് വണ്ടി വരുമ്പോൾ വിറവ് കയറുന്ന സൗണ്ട്, ഒപ്പടപടാ സൗണ്ട്, റോഡെല്ലാം കൂടെ ഇല്ല വിണ്ട് കയറുന്നു. അപ്പോഴത്തെ ഞാൻ വണ്ടി സൈഡിലോട്ട് അങ്ങ് ഒതുക്കി. പിന്നെ കുട്ടികളെല്ലാം കൂടെ അപ്പുറത്തെ വീട്ടിലോട്ട്, ഞാനും വെൽപ്പർ ആൻറ്റി ഇവിടെ ചേർന്ന് കുട്ടികളെ അപ്പുറത്തെ വീട്ടിലോട്ടാക്കി. പേടി, പിള്ളേരെല്ലാം നിലവിളിയായിരുന്നു. റൈറ്റ് സൈഡിൽ കൂടെ വന്നോണ്ട് അപ്പം ഈ സൗണ്ട് കേട്ടെങ്കിൽ ലെഫ്റ്റിലോട്ടങ്ങ് ഒതുക്കി മാക്സിമം. പിന്നെ ഒതുക്കാകത്തെ, പിന്നെ വയലാ, അല്ലെ സ്ഥലം ഉണ്ടാകും, പിന്നെ താഴോട്ടങ്ങ് ഒതുക്കായിരുന്നു. അവിടെ വരെ വണ്ടി പോത്തുള്ളൂ. ദേശീയപാത അതോറിറ്റിയുടെ അഴിമതി വ്യക്തമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. അപ്പോൾ എന്ത് കൺസ്ട്രക്ഷൻ സുരക്ഷയാണ് അവിടെ നടത്തിയിരിക്കുന്നത്? ഏത് മെറ്റീരിയൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അവിടെ ഉപയോഗിച്ച മണ്ണിനെക്കുറിച്ച് ആളുകൾ പരാതി പറയുന്നുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രാവശ്യവും കലക്ടർ വന്ന് അവിടെ പരിശോധിച്ചിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ദേശീയപാത ദുരന്തം വിളിച്ചു വരുത്തുകയാണ്. ഈ ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ്. നമുക്ക് ദേശീയപാത നിർമ്മാണത്തിന് എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പാതയിലൂടെ യാത്ര ചെയ്താൽ മനുഷ്യജീവൻ വിലയുണ്ടാകില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കണ്ടേ? അപകടകരമായ സാഹചര്യമെന്ന് ചാത്തന്നൂർ MLA GS ജയലാൽ പറഞ്ഞു. വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇത് പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് പരിശോധിക്കേണ്ട സംഗതിയാണ്. വളരെ അപകടകരമായൊരു സിറ്റുവേഷനാണല്ലോ. ഇപ്പോൾ ഭാഗ്യത്തിനാണ് ഈ ആളുകൾ ഇപ്പോൾ രക്ഷപ്പെട്ടത്. അപ്പോൾ അത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. ഇതൊരു വലിയ പ്രോജക്റ്റ് അല്ലേ. ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം വേണം. തുടക്കം മുതൽ തന്നെ നമ്മൾ കേരളത്തിൽ ഈ പൊതു ആവശ്യം വന്നതാണ്. ഇതിന്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഒരുപാടാകുമെന്ന് പറഞ്ഞുകൊണ്ട് NHAI കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഗവൺമെന്റും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. വിഷയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺരാജ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി വാഹനങ്ങൾ ആ സമയം അതുവഴി കടന്നു പോവുകയായിരുന്നു. ഒരു സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ആ സമയത്ത് മൈലക്കാട് വഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദിലീപ് കുമാർ, 4 മണിയോടെയാണ് സംഭവം. ഈ സ്ഥലത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് വലിയ ശബ്ദം ഇവിടെ നിന്ന് കേട്ടത്. അവിടെ നിന്ന് ഈ ശബ്ദം കേട്ടതിന് പിന്നാലെ നാട്ടുകാർ ഇവിടേക്ക് ഓടിയെത്തിയപ്പോൾ ഒരു ഭാഗം പൂർണ്ണമായും ഇവിടേക്ക് ഇടിഞ്ഞു താന്നതാണ് കാണുന്നത്. നമ്മുടെ പ്രാദേശിക ലേഖനം ഇവിടെ നിന്ന് ആദ്യം നമുക്ക് ഈ വിവരങ്ങൾ തരികയും ചെയ്ത ബിജു ഖാനാണ് നമ്മളോടൊപ്പം ചെയ്തത്. എന്താണ് ഇവിടെ ആദ്യം വന്നപ്പോൾ കണ്ടത്? നമ്മളൊരു ചെറിയ ശബ്ദം കേട്ട് ഓടി വന്നപ്പോഴേക്കും ഈ റോഡ് രണ്ടായിട്ട് വിണ്ട് കീറി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടികൾ 2 സൈഡിലും ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത് അത് ഈ റോഡിന്റെ അങ്ങോട്ട് മാറി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയി. പോകാൻ പറ്റാത്ത, അത് ബസ്സിലൊരു 10-30 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ ഡ്രൈവർ അതിൽ നിന്ന് ഇറക്കി സേഫായിട്ട് അവർ രണ്ടുപേരുടെ മാറ്റി അങ്ങോട്ട് മാറ്റി. പിന്നെ ഈ ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി വന്നിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഓടിക്കൂടി എൻ്റെ
എല്ലാം മാറ്റിയെടുത്ത്. ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ദിലീപ് കുമാർ, ഒരു സൈഡ് പൂർണ്ണമായും ഇടിഞ്ഞ് മറുവശത്തേക്ക് താന്നിരിക്കുകയാണ്. ഈ സമീപത്തെ പോസ്റ്റുകളിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായും ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിലും ജീവനക്കാരെത്തി. കാരണം തുടർന്നും ഇത്തരത്തിൽ ഈ ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച് ജില്ലാ കളക്ടർ അടക്കമുള്ളവരുടെ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ തുടർന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഭീഷണിയാണ്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിൽ തുടക്കം മുതൽ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധി MLA കൂടിയായ ജയലളിതടക്കം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇതിൽ തുടക്കത്തിലെ അപാകതയുണ്ടായിരുന്നു. ആ അപാകത കൃത്യമായി തങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഇതിൽ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിൽ DPR-ലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു പില്ലർ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രോജക്ട് നടപ്പാക്കണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നിർദ്ദേശം നൽകിയത്. ഇത്ര ഉയരത്തിൽ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ഉൾക്കരുത്തുണ്ടാകില്ല. കാരണം ഇതിന്റെ അടിയിൽ ഒരു ജലവിധാനമുണ്ട്. ആ ജലവിധാനം ഇതിനെ വീണ്ടും അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് നാട്ടുകാരടക്കം പറഞ്ഞെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ അടിയന്തരമായ ഒരു യോഗം ജില്ലാ കളക്ടർ നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസർ ഇവിടെ നേരിട്ട് സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉണ്ടായ സംഭവം അത് വളരെ വേദനയുണ്ടാക്കുന്നതാണ്. എന്തായാലും ഇതിൽ ആർക്കും അപകടം പറ്റിയില്ല എന്നത് ആശ്വാസകരമാണ്. സംഭവിച്ചതിൽ അന്വേഷണം അത് ദേശീയപാത അതോറിറ്റി നടത്തും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞത് ഇത് ഉടൻ തന്നെ പുനർനിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കും ജില്ലാ ഭരണകൂടം ദേശീയപാത അതോറിറ്റി കടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥലത്ത് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്യുകയാണ്. സാർ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വേഗത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഇനി ഉണ്ടാവുക? അത് നാളെ മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. പിന്നെ അതില് റീജിയണൽ ഓഫീസർ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. PD പ്രോജക്ട് ഡയറക്ടർ എന്തായാലും പങ്കെടുക്കും. അപ്പോൾ നാളത്തെ യോഗത്തിൽ ഇവിടെ ഇപ്പം ട്രാഫിക് ഡൈവേർഷൻ വേണ്ടിവരും. അതുകൂടാതെ ഇതിന്റെ റീകൺസ്ട്രക്ഷനും റിപ്പയറിങ്ങും ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. അവരിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറേഞ്ച് ചെയ്യും. ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ അതോറിറ്റിയാണ്. അതെ, അങ്ങനെയാണ് ഇപ്പോൾ റീജിയണൽ ഓഫീസർ പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലേ അത് പറയാൻ പറ്റൂ. സാങ്കേതികമായിട്ടുള്ള ഇതിന്റെ വിശദാംശങ്ങൾ അവർക്ക് മാത്രമാണ്. കാരണം കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാളത്തെ യോഗത്തിന് ശേഷം നമുക്ക് അതിന്റെ കാര്യങ്ങൾ തരത്തിൽ മാറ്റം വരുത്തി കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ നാളെയാണ് തീരുമാനിക്കുക. ഓക്കെ. ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത പൂർണ്ണമായും കൈവന്നിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. എന്തായാലും അതിലടക്കം ഈ പരിശോധനയുടെ ഭാഗമായി മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവൂ. ആ പരിശോധനയിലേക്കാണ് ജില്ലാ ഭരണകൂടം ഇനി കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഉടൻ തന്നെ വിളിച്ചു ചേർക്കും. എന്തായാലും നാട്ടുകാരുടെ ആശങ്ക ഇക്കാര്യത്തിൽ പില്ലർ ഉപയോഗിച്ച് തന്നെ നിർമ്മാണം തുടരണം എന്നുള്ളതാണ്. ഇനി ഈ രീതിയിൽ തുടർന്നാൽ അത് അപകടം വീണ്ടും ആവർത്തിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും സ്ഥലത്ത് വലിയ രീതിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം, ഈ വാഹനങ്ങളടക്കം എടുത്തുമാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. കാരണം ഈ അപകടം തുടർന്നാൽ അത് വലിയ രീതിയിൽ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങൾ മാറും. ജനങ്ങളുടെ ഒരു രീതി പ്രകോപനമായി ജനങ്ങൾ ഇടപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ക്രമീകരണങ്ങൾ നടത്തി കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇവിടെ എത്തുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഭൂകമ്പ സ്ഥലം നടന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്താണോ സംഭവിച്ചിട്ടുള്ളത് ആ രീതിയിലായിരുന്നു. ഒരുപക്ഷെ ആ വാഹനം നിർത്താതെ ആ വീട്ടമ്മയും ആ സ്കൂൾ ബസ്സിലെ ഡ്രൈവറും അടക്കം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് വലിയ വലിയ ദുരന്തമായിരുന്നു. ഒരുപക്ഷെ അത് ഉണ്ടാകാതെ പോയത് അവരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ്. അവരുടെ ഒരു കുട്ടികളെയൊക്കെ എടുത്ത അപകടം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് വാഹനത്തിൽ നിന്ന് മാറ്റാൻ അവർ കാണിച്ച ധൈര്യം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. എന്തായാലും ഇക്കാര്യത്തിലൊരു അപാകതയുണ്ടെങ്കിൽ അക്കാര്യത്തിൽ പരിഹാരം വേണം എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്, നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും അത് പരിഹരിച്ച് മാത്രമേ ഇനി കൺസ്ട്രക്ഷൻ നടത്തൂവെന്നും നാട്ടുകാരുടെ പറയുന്നുണ്ട്. അരുൺരാജ്, ഇപ്പോൾ അതുവഴി പോകുന്ന യാത്രക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? യാത്രക്കാർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടോ? ദിലീപ് കുമാർ, അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്രമീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ കരുനാഗപ്പള്ളിയിൽ നടക്കം വരുന്ന വാഹനങ്ങൾ അത് കരുനാഗപ്പള്ളി ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ഭരണിക്കാവ് വഴി കൊട്ടാരക്കരയിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചിന്നക്കടയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുണ്ടറ വഴി കൊട്ടാരക്കരയിൽ കടന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. അത് കൊട്ടിയം ഭാഗത്താണ് വണ്ടി എത്തുന്നതെങ്കിൽ അത് കണ്ണനെല്ലൂരിൽ നിന്ന് തിരിച്ച് കൊട്ടാരക്കര എത്തി ആയൂർ വഴി ദേശീയപാതയിൽ MG റോഡിൽ കയറി അവിടെ നിന്ന് വേണം പോകാൻ. MG റോഡിൽ കയറി അതുവഴി വേണം പോകാൻ എന്ന
നിർദ്ദേശമാണ്. തിരുവനന്തപുരത്ത് നിന്ന് തൽക്കാലം വരുന്ന വാഹനങ്ങൾക്ക് ഡീവിയേഷൻ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. പകരം തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്ത് ഇപ്പോൾ വീണ്ടും തുടർചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് താഴേക്ക് വീഴാൻ ഉള്ള സാധ്യതയുള്ളതിനാൽ കളക്ടർ തന്നെ നേരിട്ടെത്തി ഇപ്പോൾ അവരുടെ അടുത്ത് മാറണം എന്നുള്ള ആവശ്യമാണ് കളക്ടർ തന്നെ ഇക്കാര്യത്തിൽ പറയുന്നത്. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഈ സ്ഥലത്ത് നിന്ന് പോലീസിനോട് ഈ ജനത്തെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റാനുള്ള നിർദ്ദേശം കളക്ടർ ഇപ്പോൾ നൽകുകയാണ്. കാരണം തുടർന്നും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ഇതിന്റെ അടിയിലൂടെ ഒരു ജലവിധാനം കടന്നു പോകുന്നുണ്ട് ദിലീപ് കുമാർ. ആ ജലം പൂർണ്ണമായും ഒരു വശത്തേക്ക് മറികടന്ന് പോകുന്നില്ല. അതുകൊണ്ട് തുടർന്നും അപകടം ഉണ്ടാകാനുള്ള സാധ്യത നിന്ന് ആർ അരുൺരാജാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂരിന് സമീപം കൊട്ടിയത്തിനും ചാത്തന്നൂരിനും ഇടയിൽ മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ ദേശീയപാത നിർമ്മാണത്തിനിടെ അവിടെ ആ പ്രദേശമാകെ ഒരു ഭൂകമ്പ പ്രദേശം പോലെ തന്നെ റോഡെല്ലാം പൊട്ടിപ്പൊളിയുകയും മണ്ണിടിഞ്ഞ് വീഴുകയുമാണ് ചെയ്തത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. ദേശീയപാതയിൽ നിരവധി സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ദേശീയപാത നിർമ്മാണം വലിയ അപകടങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പാർലമെന്ററി കമ്മിറ്റി തന്നെ കേരളത്തിൽ വന്ന് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് ജനം ചോദിക്കുന്നത്. കേരളത്തിൻ്റെ ഈ സവിശേഷമായ ചില സാഹചര്യങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇക്കാര്യം പല സ്ഥലങ്ങളിലും ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണം നടക്കുന്നത് എന്ന ആരോപണം നേരത്തെ മുതൽ തന്നെ പ്രദേശവാസികളൊക്കെ ഉന്നയിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഇതാ കൊല്ലത്തെ മൈലക്കാട്ട് ആ നിലയിൽ അത് ഈ നാട്ടുകാരുടെ ആരോപണങ്ങൾ ശരിവയ്ക്കും വിധം, അവരുടെ പരാതികൾ ശരിവയ്ക്കും വിധമാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മൈലക്കാട്ട് നിന്ന് ആർ അരുൺരാജ് തുടരുകയാണ്. അരുൺരാജ്, ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട 4 വാഹനങ്ങൾ, അതിൽ 3 പൂർണ്ണമായി ഇപ്പോൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഒരു വാഹനം കൂടി ഇനി എടുത്തു മാറ്റാനുണ്ട്. അത് ഉയർത്താനുള്ള നടപടികളാണ് ഇപ്പോൾ തുടരുന്നത്. സ്കൂൾ ബസ് മറുവശത്തു കൂടി ക്രെയിൻ ഉപയോഗിച്ച് അവിടേക്ക് എത്തിച്ച് ആ സ്കൂൾ ബസ് എടുത്തു മാറ്റുകയായിരുന്നു ചെയ്തത്. അതിന് മുന്നിലുണ്ടായിരുന്ന കാറും ഇപ്പോൾ പൂർണ്ണമായി എടുത്തു മാറ്റി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു കാർ കൂടി ഇനി എടുത്ത് മാറ്റണം. അതിനുള്ള ഒരു ശ്രമകരമായ ദൌത്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഭാഗത്തു നടക്കം തുടരുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്ന ആശങ്ക ഇപ്പോൾ അവരെ സംബന്ധിച്ചുണ്ട്. കാരണം ഈ തുടർന്നും ഇത്തരം ചലനങ്ങൾ ഉണ്ടാകുന്നതിനാൽ അത് ഒരു ആശങ്കാജനകമായി തന്നെ നിൽക്കുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ മഴ കൂടി ഉണ്ടായാൽ അത് കൂടുതൽ അപകടങ്ങളിലേക്കടക്കം സാഹചര്യങ്ങളെ നയിക്കും. അതുകൊണ്ട് കൃത്യമായൊരു പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവുക. എന്തായാലും സ്ഥലത്ത് ജില്ലാ കളക്ടർ അടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിലൊരു ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. തുടക്കത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരും ഈ അപകടത്തിൽപ്പെട്ടവരും നടത്തിയ സമയോചിതമായ ഇടപെടൽ, അതുകൊണ്ടാണ് വലിയ അപകടങ്ങളിലേക്ക് ഒന്നും തന്നെ കാര്യങ്ങൾ പോകാതെ ഈ ജീവൻ രക്ഷിക്കാനടക്കം കഴിഞ്ഞത്. അല്ലെങ്കിൽ മറിച്ചായിരുന്നുവെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വേദന ഉണ്ടാക്കുന്ന സംഭവമായി മാറിയേനെ. കാരണം വലിയ തിരക്കുള്ള ഭാഗമാണ് ഈ തിരുവനന്തപുരത്തേക്ക് എപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ സമയവും ഇവിടെ കടന്നു പോകണമേ, ഈ ഭാഗങ്ങൾ കടന്നു പെട്ടെന്ന് പോകാൻ കഴിയണമേ എന്ന് ജനം ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. കൊട്ടിയം മുതൽ ഈ മൈലക്കാട് വരെ എപ്പോഴും വാഹനങ്ങളുടെ ഒരു നീണ്ട നിര നമുക്ക് പ്രകടമാണ്, ദൃശ്യമാണ്. ആ സ്ഥലത്താണ് ഇത്തരം അപകടം സംഭവിച്ചത്. എന്തോ ഭാഗ്യം ഒന്നുകൊണ്ട്, മഹാഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമേ ആണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇത് ഉടൻ തന്നെ പുനർനിർമ്മിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തും. അത് നാളെ ചേരുന്ന ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിലായിരിക്കും അത് എങ്ങനെ വേണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇത്ര വലിയ രീതിയിലുള്ള വാൾ അത് മാറ്റി പകരം ചെറുകട്ടകളോ അല്ലെങ്കിൽ പില്ലറോ ആക്കണം എന്നുള്ളതാണ് നാട്ടുകാർ നേരത്തെ ആവശ്യപ്പെട്ടത്. കാരണം ഈ ഭൂമിക്ക് ഒരു ഈർപ്പം ഉള്ളതാണ്. അത്തരം ഈർപ്പമുള്ള സ്ഥലത്ത് ഇത്രയും വലിയ കോമ്പൗണ്ട് വാളുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ അത് തുടർന്നും ഇത്തരം അപകടം ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആശങ്ക, അവരുടെ പരാതി എങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ ഈ പില്ലർ എന്ന കാര്യം വെച്ചത്. 9 മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നേരത്തെ നമ്മളോട് സംസാരിച്ച MLA അടക്കം പറഞ്ഞത് അത്തരം പരാതികളടക്കം അവർ മുന്നോട്ട് വെച്ചതാണ്. ആ ആശങ്കകൾ സംസ്ഥാന സർക്കാരിനെയും ദേശീയപാത അതോറിറ്റി അറിയിച്ചതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ തുടർന്നൊരു നടപടി ഉണ്ടായില്ല, തുടർന്നൊരു നീക്കവും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് പിന്നീട് ഈ ഇത്തരം സംഭവം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ കളക്ടർ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കൂടി പിന്മാറാൻ, അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അത്ര സേഫ്റ്റിയിലല്ല ഇത് നിൽക്കുന്നത് എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.
ഉദ്യോഗസ്ഥരോടക്കം അത് അവിടെ നിന്ന് മാറാൻ ഇപ്പോൾ കളക്ടർ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കാരണം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കൊട്ടിയം CI പ്രദീപ് അടക്കമുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇതിന്റെ വാഹനം അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമായി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഈ ദേശീയപാത അതോറിറ്റി നടത്തിയ ശേഷം അവർ പിന്മാറണം, അവിടെ നിൽക്കരുത്, ഒരുപക്ഷെ വീണ്ടും ഇത്തരത്തിൽ ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്ക ഇപ്പോൾ അവർ പങ്കുവച്ചു. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ കൂടി ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുകയാണ്. ആ ഭാഗത്ത് ഇനി തുടരേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കളക്ടർ ആ കാര്യം ഒരു വ്യക്തമായി തന്നെ ഒരു നിർദ്ദേശമായി തന്നെ ഒരു ഉത്തരവായി തന്നെ കാര്യങ്ങൾ പറയുകയാണ്. കാരണം ഇതിൽ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സും അതുപോലെ ദേശീയപാത അതോറിറ്റിയും ആ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ, ചില കാര്യങ്ങൾ അറിയിച്ചു. അതോടെയാണ് ഈ സ്ഥലത്ത് നിന്നിപ്പോൾ മാറ്റാനുള്ള തീരുമാനം എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് സർ രാത്രി എന്തെങ്കിലും നടപടി ഉണ്ടാവും? രാത്രി അവര് ഈ പബ്ലിക് എല്ലാം ഇവിടുന്ന് മാറിക്കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങള് അവരിപ്പം ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ PD ഇങ്ങോട്ട് വരുന്നുണ്ട്. രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കും ചെയ്യാന്നാണ് പറയുന്നത്. നോക്കാം. ഈ തുടർന്നുള്ള ചലനങ്ങൾ അത് വീണ്ടും സാധ്യതയുണ്ട്. നമുക്കെങ്ങനെ പറയാൻ പറ്റും? അതൊക്കെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അവരാണ് പറയുന്നത്. എന്തായാലും രാത്രി തന്നെ രക്ഷാപ്രവർത്തനം ഈ മറ്റുള്ള തുടർ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ദേശീയപാത അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രൊജക്ട് ഡയറക്ടർ അടക്കം ഈ സ്ഥലത്തേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറുമായി സംസാരിച്ചു. എന്തായാലും രാത്രിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അത് ബദൽ മാർഗം ഒരുക്കുന്നതിനും റോഡ് റീകൺസ്ട്രക്ട് ചെയ്യുന്നതിനും അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയതെന്നാണ് കളക്ടർ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഈ പൊതുജനങ്ങളെയും അതുപോലെ തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെ അടുത്തും മാറണം എന്നുള്ളതാണ്, പൂർണ്ണമായും മാറണം എന്നുള്ള ആവശ്യമാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാവരോടും ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് മാറാനുള്ള നിർദ്ദേശം കർശനമായ നിർദ്ദേശമായി ജില്ലാ കളക്ടർ തന്നെ കൃത്യമായി തന്നെ പറയുകയാണ്. എന്തായാലും ദിലീപ്കുമാർ ഒഴിഞ്ഞുപോയത് വലിയ ഒരു മഹാദുരന്തമാണ്. ഒരു മഹാഭാഗ്യം കൊണ്ടാണ് അത്തരമൊരു ദുരന്തം ഉണ്ടാകാതെ പോയത്. വലിയൊരു ദുരന്തമാണ് കൊല്ലം മൈലക്കാട്ട് ഒഴിവായത്. ദേശീയപാത നിർമ്മാണത്തിനിടെ സംരക്ഷണ ഭിത്തി തകർന്ന് വലിയ ദുരന്തം ഒഴിവായിരിക്കുകയാണ്. അതുവഴി കടന്നുപോയ സ്കൂൾ ബസിന്റെ ഡ്രൈവറുടെ അടക്കം സമയോചിതമായ ആ തീരുമാനങ്ങളാണ് ഈ വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടുപോകാതെ ആ വാഹനങ്ങൾ അവിടെ നിർത്തി അവർ വലിയ ദുരന്തം ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടെയുണ്ട്. തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. നിരവധി പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ 24-ന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയുന്നത്. നിരവധി ആളുകൾ NSG പറയുന്നുണ്ട്, കണ്ണൂർ താഴെചൊവ്വ കീഴ്ത്തള്ളി ഭാഗത്ത് ഏകദേശം ഇതുപോലെ തന്നെയാണ് ദേശീയപാതയുടെ പണി നടക്കുന്നത് എന്ന കാര്യം. അമീൻ കൈനിക്കര പറയുന്നുണ്ട്, ഇനി എവിടെയൊക്കെ ഇടിയുമോ ആവോ എന്ന കാര്യം. അരുൺജി പറയുന്നുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന കാര്യം. നേരത്തെ തിരുവനന്തപുരത്തെ അടിപ്പാത പണിഞ്ഞിട്ടുള്ള പൂഞ്ച് ലോയിഡ് കമ്പനിയെ ബഹുമാനിക്കാൻ തോന്നുന്നു എന്ന കാര്യവും അരുൺജി പറയുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി പോകാം. കൊച്ചി ഉൾക്കടലിൽ MSC എൽസ 3 മുങ്ങിയതിന്റെ ദുരിതം പേറുകയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ തട്ടി മത്സ്യബന്ധന വല നശിക്കുന്നത് തുടർക്കഥയാവുകയാണ്. എറണാകുളത്ത് മാത്രം 6 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. MSC എൽസ 3 കപ്പലപകടം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടെങ്കിലും അതിന്റെ ദുരിതം ഇപ്പോഴും പേറുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അതിന്റെ നേർചിത്രത്തിലേക്ക്. പറയാൻ വാക്കുകളില്ല, എത്ര സങ്കടമുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പണിക്ക് പോയിട്ട് കിട്ടാതെയും ഇങ്ങനൊരു അപകടം സംഭവിച്ചപ്പോൾ 10 പൈസ ഇല്ലാതെയല്ല എല്ലാവരും പോകുന്നത്. 10-40 പേരുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങി ഒരു 4 പേരെ കണക്കൂട്ടിക്കോ. അപ്പം അത്രയും ആൾക്കാർ പട്ടിണിയിലാണ്. കടം മേടിച്ചും ലോൺ എടുത്തുമാണ് ശ്രീകൃഷ്ണപ്രിയൻ എന്ന വെള്ളം ഒരുപാട് പ്രതീക്ഷകളുമായി കടലിൽ പോയത്. കിട്ടിയ മീൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വലയും പൂർണ്ണമായി നശിച്ചു. MSC കപ്പലിൽ നിന്ന് നിലംപതിച്ച കണ്ടെയ്നറുകളാണ് വില്ലന്മാർ. മണിയോടുകൂടിയാണ് പോയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി മീനെ കണ്ട് വലയടിച്ച് കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ റോപ്പും കണ്ട് പോന്നില്ല, വീഞ്ചയിൽ കറങ്ങി പന്നില്ല. നോക്കിയാൽ വലയൊക്കെ പൊട്ടി പോകണേന്ന്, റോപ്പെല്ലാം പൊട്ടിപ്പോയി, വലയുടെ എല്ലാ
ഇതും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7 ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടമൊന്നുണ്ട്. മീനിൻ്റെ കാശ് പിന്നെ പോട്ടെ. എറണാകുളം ഫിഷറീസ് ഓഫീസിൽ മാത്രം ഇത്തരത്തിൽ 40 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 6 കോടിയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെങ്കിലും ആർക്കും ഒരു നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. അവിടെ നിന്ന് ഇപ്പോൾ പരാതി കൊടുത്തിട്ട് ഈ നേരത്തെ കൊടുത്തേക്കണവർക്കും ഒരു തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി എന്താണ് അവർ തീരുമാനിക്കണമെന്നുള്ളത് ഞങ്ങൾക്കെന്തും അറിയാൻ പാടില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും പേര് പട്ടിണിയാണ്. MSC പോലുള്ള കുത്തക കമ്പനിയോട് നിയമയുദ്ധത്തിന് പോകാനുള്ള സാമ്പത്തികം ഇവർക്കില്ല. സർക്കാർ മാത്രമാണ് ഏക ആശ്രയം. പ്രശ്നമെന്ന് പറഞ്ഞത് ഇപ്പോൾ സർക്കാരിനൊരു സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ജീവിതം പ്രതിസന്ധിയിലാവും. അപ്പോൾ നിയമപരമായിട്ടും അല്ലെങ്കിൽ കോടതി മുഖാന്തരമായിട്ടും ഈ സർക്കാർ ഇതിനുള്ളൊരു നടപടി കാണണം കപ്പൽ ഉടമകളോട്. അതേ ഇനി താൽക്കാലികമായിട്ട് പരിഹാരം കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല. MSC കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ അഡ്മിറാലിറ്റി സ്യൂട്ട് ഹൈക്കോടതി പരിഗണനയിലാണുള്ളത്. നഷ്ടപരിഹാരം നൽകാൻ അതിൽ തീരുമാനമാകുന്നതുവരെ കാത്തിരുന്നാൽ ഈ മനുഷ്യർ പട്ടിണിയിലാവും. കേരളം മുങ്ങിത്താന്നപ്പോൾ കൈപിടിച്ചു കയറ്റിയ ഒരു കൂട്ടം മനുഷ്യരാണ് കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിച്ചവർ. അവർക്ക് MSC പോലുള്ള വലിയ കപ്പലുകളുമായി താരതമ്യം ചെയ്ത് യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്, ഫിഷറീസ് വകുപ്പിനുണ്ട്. രാഹുൽ വിഎസിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. തീർച്ചയായും സർക്കാരിന് ഈ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട്. അവരുടെ ഉപജീവന മാർഗം മുട്ടുകയാണിപ്പോൾ ഈ കടലിലെ കണ്ടെയ്നറുകളിൽ തട്ടി. അതുകൊണ്ട് തന്നെ സർക്കാർ ആ വിഷയത്തിൽ ഒരു അടിയന്തര നടപടി സ്വീകരിക്കും എന്ന് കരുതാം. നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായും ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ സഹായിക്കണം എന്നാണ് ജോസ്വിൻ ജോസഫ് പറയുന്നത്. കടലിൻ്റെ മക്കളുടെ രോദനം കേൾക്കാൻ സർക്കാർ സംവിധാനം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. രവികുമാർ PB പറയുന്നു, മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടം ആര് വഹിക്കും, സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് 24ൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നുണ്ട്. അധികാരികൾ ഒപ്പുവെക്കുന്ന ഒരു തെറ്റായ ഫയൽ അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന തെറ്റായ തീരുമാനം ഒരു ജനതയുടെ സ്വൈരജീവിതം തന്നെ എന്നേക്കുമായി തകർത്തെറിഞ്ഞേക്കാം. അത്തരമൊരു ദുരവസ്ഥയാണ് തൃശ്ശൂരിലെ ചേലക്കരയിൽ. ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരു ക്വാറിക്ക് അനുമതി കൊടുക്കുന്നു. പിന്നാലെ പാറ ഖനനവും അവിടെ തുടങ്ങി. മനസമാധാനത്തോടുകൂടി അന്തിയുറങ്ങിയിരുന്ന വീടുകൾക്ക് മുകളിലേക്ക് കരിങ്കല്ലുകൾ പൊട്ടിച്ചിതറി വീഴാൻ തുടങ്ങിയതോടെ നിസ്സഹായാവസ്ഥയിലായിരിക്കുകയാണ് ഒരു നാട്. തലയിലേക്ക് മണ്ണ് കോരി കയറ്റിയത് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പെര കയറ്റിക്കണി. എത്ര തര കടിച്ചിട്ടാന്നറിയോ? ഞങ്ങൾക്ക് ഇനി സ്ഥലം മേടിച്ച് ഞങ്ങൾക്ക് പെര കയറ്റി തരണം. ഒരു ഇതുപോലൊരു പെര ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഞങ്ങൾക്ക്. ചേലക്കര എന്ന കൊച്ചു ഗ്രാമം കണ്ണീർ കയത്തിലാണ്. അരവയറ് മുറുക്കിയെടുത്തും മിച്ചം പിടിച്ചും അന്തിയുറങ്ങാനുണ്ടാക്കിയ കൊച്ചു മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് കരിങ്കൽ കഷ്ണങ്ങൾ ദുരിതമഴയായി പെയ്തിറങ്ങിയത്. ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെയായിരുന്നു പുതിയ ക്വാറിക്ക് അനുമതി നൽകിയത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അനുമതിക്ക് അംഗീകാരം നൽകി. ഒരംഗം മാത്രമാണ് എതിർപ്പ് രേഖപ്പെടുത്തിയത്. 2 ആഴ്ച മുൻപ് വെങ്ങാനല്ലൂർ എസ്റ്റേറ്റിന് സമീപം ഉഴുന്നുപറമ്പ് പ്രദേശത്ത് ജോസഫ് ഇട്ടിയാരയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറി പ്രവർത്തനം ആരംഭിച്ചു. പാറ പൊട്ടിക്കുമ്പോൾ വീടുകളിൽ പ്രകമ്പനം അനുഭവപ്പെടുന്നത് പതിവായിരിക്കെയാണ് കരിങ്കൽ തെറിച്ച് വീടുകളിലേക്ക് പതിച്ചത്. 3-4 ആള് കല്ല് വെടി പൊട്ടിട്ട് തെറിച്ചു. 3-4 വീട്ടിലേക്ക് വന്ന ഒരാളുടെ തലയ്ക്ക് മേലെ കയറിപ്പോയി. പിന്നെ അവർ പറഞ്ഞു ഇനി മേലെ ഉണ്ടാവില്ല എന്നാണ് പറയണത്. അത് നമുക്ക് അങ്ങനെ വിശ്വാസമില്ല. ഇനി വെടി പൊട്ടി നാളെ കല്ല് വരും. 2-2.5 മണിക്ക് വെടി പൊട്ടി വെടിക്കേ ഒരു കല്ല് മുറ്റത്ത് ഞാൻ അവിടെ അടുത്ത് നിൽക്കുക. മിറ്റത്ത് കുട്ടിയെ തൊടി നിറച്ച് കല്ല്. ആ മിറ്റത്തെ കല്ല് വിരിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. തൊടിയിട്ട കല്ല് മിറ്റത്തെ കല്ല് വിരിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. തെരഞ്ഞെടുപ്പ് കാലമായിട്ട് കൂടി ജനപ്രതിനിധികൾ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടുതൽ ഉഗ്രശേഷിയോടെ പാറ പൊട്ടിക്കൽ തുടർന്നാൽ കിടപ്പാടം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. അപകടമുനമ്പായി ഉഴുന്നും പറമ്പ് മാറുമ്പോൾ നിസ്സഹായരാണ് സാധാരണക്കാരായ മനുഷ്യർ. മരണത്തെ മുഖാമുഖം കണ്ടുള്ള ജീവിതത്തിലേക്ക് തങ്ങളെ തള്ളിവിട്ടത് അധികൃതരാണെന്ന് അടിവരയിടുന്നു ഈ ജനത. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ.
ജമാലുദ്ദീൻ MH എന്ന പ്രേക്ഷകൻ പറയുന്നു, ഞങ്ങളുടെ ജനകീയ കൂട്ടായ്മ ഒരു പാലം പണി സംബന്ധിച്ച് 2 മാസമായി പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് ഇതുവരെ അത് സംപ്രേഷണം ചെയ്തിട്ടില്ല എന്ന കാര്യം ജമാലുദ്ദീൻ MH അടക്കമുള്ള എല്ലാ പ്രേക്ഷകരുടെയും അറിവിലേക്കാണ്. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ജമാലുദ്ദീൻ ഏതു നാട്ടുകാരനാണെന്നറിയില്ല, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദാംശങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.